നമസ്കാരം, ശ്രീലക്ഷ്മിയാണ്. ജാൻമണി ദാസ് എന്ന വ്യക്തിയെ സ്ത്രീ എന്നാണോ പുരുഷനെന്നാണോ അഭിസംബോധന ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഒരാൾ എന്നുള്ള പദം ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് എന്നുള്ളത് കൃത്യമായ കാരണങ്ങൾ സഹിതം ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അമ്മയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ള പദം മാറ്റിവെച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ നിയമപരമായി പറയുമ്പോൾ പറയാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു പദത്തിന് അല്ലെങ്കിൽ ഒരു പദവിക്ക് പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കേണ്ടതില്ല, വിമർശനത്തിന് അധീതരല്ല എന്നൊക്കെയാണ്. പക്ഷേ അദ്ദേഹവും ഇന്ത്യയിലെ ഒരു സിറ്റിസൺ ആണ്, ഒരു പൗരനാണ്, ഒരു വ്യക്തിയാണ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റേതായ അവകാശങ്ങളും അഭിമാനവും ഉണ്ട്. അതിൻ പ്രകാരം അദ്ദേഹത്തിന്റെ അമ്മയുടെ സ്ത്രീത്വത്തെ അവഹേളിക്കുകയും അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്താൽ ഏതൊരു വ്യക്തിയെയും പോലെ അദ്ദേഹത്തിന് നിയമത്തെ ആശ്രയിക്കാനും അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാനുമുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനൊക്കെ ഉപരി ഈ നരേന്ദ്രമോദി എന്ന വ്യക്തിക്കും അപ്പുറത്തേക്ക് അദ്ദേഹം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നമ്മളാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ പദവി തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോ ഒരു ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരു ആളെ അല്ലെങ്കിൽ ആ സ്ഥാനത്തെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് എവിടെയും എഴുതി വെക്കേണ്ട കാര്യമല്ല, മറിച്ച് നമ്മൾ ഓരോ പൗരന്മാരുടെയും ധാർമ്മികതയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വിവരവും വെള്ളിയാഴ്ചയും വേണമെന്നുള്ളത് ഒരു വസ്തുതയാണ്. നമുക്കിനി ജാൻമണി ദാസിന്റെ കേസിലേക്ക് തിരിച്ചു വരാം. ഈ ജാൻമണി ദാസ് അബദ്ധം പറ്റി പറഞ്ഞതാണ് എന്ന് ആ വീഡിയോ കണ്ട ഒരാൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു മീഡിയ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ആദ്യമായിരിക്കും അവരൊരു ക്യാമറയും തൂക്കി വരുന്ന ആൾക്കാരെ കാണുന്നത്. അപ്പോൾ ഒരു ആവേശത്തിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ ആവേശത്തിൽ തോന്നിയത് പറഞ്ഞതുപോലെയല്ല ഈ പറഞ്ഞ ജാൻമണി ദാസിന്റെ പ്രസ്താവനകൾ. ഒന്നൊന്നായി എണ്ണി പറയാം. ആദ്യത്തേത് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്തും അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ച വർഷങ്ങളും തമ്മിൽ അന്തരമുണ്ടെന്നും 3 വർഷം വരെ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമോ എന്നും ഒക്കെയുള്ള ചോദ്യങ്ങളാണ്. അതിന്റെയൊക്കെ അർത്ഥം വേറെയാണ്. അവനോട് പോയി അവന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ പറയൂ എന്നാണ് പറയുന്നത്. അവനോട് പോയി അവന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ പറയൂ എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരായിക്കോട്ടെ, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസുമാരായിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അവൻ ഇവൻ എന്നൊക്കെ സംബോധന ചെയ്യണമെങ്കിൽ ലെവലേശം ഉളുപ്പില്ലായ്മ തന്നെ വേണം എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്നുകൾക്കെതിരെ പോരാടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നിരിക്കെ നമ്മുടെ സംസ്ഥാനത്ത് നടന്ന തൂഫാനൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹം തമ്പാക്ക് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നി എന്താണെന്നറിയോ, ഈ ജാൻമണി ദാസ് എന്ന് പറയുന്ന വ്യക്തി ഈ തമ്പാക്ക് എന്ന് പറയുന്ന സാധനം നിരന്തരം പുട്ടുണ്ടാക്കി കഴിക്കുകയോ ചോറുണ്ടാക്കി കഴിക്കുകയോ അവിയലുണ്ടാക്കി കഴിക്കുകയാണെന്നാണ് തോന്നുന്നത്. കൃത്യമായി എങ്ങനെ അടിക്കണമെന്നും എങ്ങനെ എവിടെ തിരികണമെന്നൊക്കെ വ്യക്തമായിട്ട് ആംഗ്യം കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒരാൾ മയക്കുമരുന്ന് അല്ലെങ്കിൽ അതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തുന്നത് പോലെ തന്നെയാണ് അത് ഉപയോഗിക്കാത്ത ഒരാളിനെ കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തി അയാളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ്. അപ്പൊ ഇതൊന്നും അറിയാതെ പറഞ്ഞതല്ല. പിന്നെ അദ്ദേഹം ഒരു ചായക്കടക്കാരനായിരുന്നു, ഇനി ചായ വിൽക്കാൻ അവൻ പോട്ടെ എന്നാണ്. അവിടെയും ഒരു തെറ്റുണ്ട്. എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ചീഫ് ജസ്റ്റിസുമാരായിക്കോട്ടെ, നമ്മുടെ സമൂഹത്തില് ഇത്തരം ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാരെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കാൻ അവരാരും നമ്മുടെ കുഞ്ഞമ്മയുടെ മക്കളൊന്നുമല്ലല്ലോ, അല്ല. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കേണ്ടതുണ്ട്. അവരുടെ ആശയങ്ങളെ നമുക്ക് വിമർശിക്കാം, അവരുടെ ആദർശങ്ങളെ കുറിച്ച് പറയാം, അതുമല്ലെങ്കിൽ അവരുടെ പ്രൊജക്ടുകളെ കുറിച്ചുള്ള വിമർശനങ്ങൾ രേഖപ്പെടുത്താം. പക്ഷേ അതെല്ലാം തന്നെ ആ വ്യക്തി എന്ന് പറയുന്ന ആളിന്റെ അഭിമാനത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയോ ചോദ്യം ചെയ്യുന്ന തരത്തിലായാൽ അത് കുറ്റകരം തന്നെയാണ്. ഇനി നമുക്ക് ഈ ജാൻമണി ദാസിനെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. ഇയാൾ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് നമ്മൾ പറയുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും ഇയാൾ സ്ത്രീത്വത്തെ അപമാനിച്ചത് എന്നുള്ളതിന്റെ കാരണം ഇനി വരുന്ന വലിയ ചില പോയിന്റുകളുടെ ഉത്തരമാണ്. അതായത് ഇയാൾ ആണുമല്ല പെണ്ണുമല്ല. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സ്ത്രീത്വം, പാതിവൃത്യം, സ്ത്രീകളുടെ അഭിമാനം എന്നിവയെക്കുറിച്ചൊക്കെ ചിന്തിക്കാനോ അതിലേൽക്കുന്ന ക്ഷതമുണ്ടാക്കുന്ന വേദനകൾ മനസ്സിലാക്കാനോ കഴിയുന്നത്? കുറെ പുട്ടിയും ഇട്ട് ലിപ്സ്റ്റിക്കും വാരി തേച്ച് പാഡഡ് ആയിട്ടുള്ള 2 ബ്രായും എടുത്തിട്ട് അതിൽ ഒരെണ്ണത്തിനെ എടുത്ത് പുറത്തും വെച്ച് സാരി ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നടന്നാൽ സ്ത്രീയാകുമോ? ഇല്ലല്ലോ. സ്ത്രീ ആകണമെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ മനസ്സുണ്ടാകണം. എത്ര നല്ല ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, എന്താ പറയാ, മാനസികമായി സ്ത്രീയായിട്ട് മാറി അന്തസ്സായിട്ട് ജീവിക്കുന്ന, പണിയെടുത്ത് ജീവിക്കുന്ന എത്ര ട്രാൻസ്ജെൻഡേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. എത്ര പേരെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഇടയിലാണ് ഇതുപോലത്തെ പുഴിക്കുത്തുകൾ വരുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, പുഴിക്കുത്തുകൾ വരുന്നത്. ഈ പുഴിക്കുത്തുകളെ ഇനി ഇന്ത്യയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ നിയമ ഭേദഗതി വരുന്നത്. അന്ന് തുടങ്ങിയ സൂക്കേട ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സൂക്കേടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഈ മോദിജിയോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഈ കുറേയധികം ട്രാൻസ്ജെൻഡേഴ്സിന് വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ നിയമ ഭേദഗതിയാണ്. എന്തായിരുന്നു ആ നിയമ ഭേദഗതി? ഈ നിയമ ഭേദഗതി എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പിറ്റേ ദിവസം ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ് എന്ന് പറഞ്ഞ് സെൽഫ് ഡിക്ലറേഷൻ നൽകി കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ID കാർഡ് ലഭിക്കുമെന്നും അതിൽ മുന്നോട്ട് പോകാമെന്നുമുള്ള
ഒരു തരത്തിലുണ്ടായിരുന്ന നിയമത്തെ പാടെ മാറ്റിമറിച്ചു. പകരം ഒരു അഡ്വൈസറി ബോർഡ് വരുമെന്നും ആ അഡ്വൈസറി ബോർഡിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റ്, ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ഫിസിഷ്യൻ ഉൾപ്പെടെ നമ്മുടെ ജില്ലാ മജിസ്ട്രേറ്റ് വരെയുള്ള ആൾക്കാരുണ്ടാകുമെന്നും ഇവരുടെ ഒരു പ്രതിനിധി ഉണ്ടാകുമെന്നും അവർക്ക് മുന്നിൽ അപേക്ഷ നൽകണമെന്നും ആ അപേക്ഷ പ്രകാരം ചില ടെസ്റ്റുകൾ നടത്തേണ്ടി വരുമെന്നും കൌൺസിലിംഗിന് വിധേയരാകേണ്ടി വരുമെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഈ പറഞ്ഞ ഇവന്മാരുടെയൊക്കെ ചാട്ടം. അതായത് ഈ പറയുന്ന ജാൻമണി ദാസ് എന്ന് പറയുന്ന ആള് സർജറി ചെയ്ത് പൂർണ്ണമായി സ്ത്രീയായ ആളാണോ അല്ലയോ എന്നൊന്നും ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ നിയമം ഭേദഗതിക്ക് മുന്നേ ഉള്ള സമയം വരെ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ലായിരുന്നു. അത് തന്നെയായിരുന്നു ഇവരുടെയൊക്കെ ബലവും. അതായത് കുറച്ചു നാളുകൾ പുരുഷനായി ജനിച്ച് ജീവിച്ച് കുട്ടിയും വട്ടിയും ചട്ടിയൊക്കെ ഉണ്ടാക്കി കുറെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ മുതൽ ഞാനൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ നിയമം അനുവദിക്കില്ലെന്നും നമ്മുടെ രാജ്യത്ത് തുടരാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞതാണ് മോദിജിയോടുള്ള വ്യക്തി വൈരാഗ്യം ഉണ്ടാക്കുന്നതിനുള്ള കാരണം. ഇനി മോദിജി എന്തിനാണ് അത്തരം ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്? പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് എന്ന് മാത്രമല്ല, ഈ പറയുന്ന മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിൽ മാനമര്യാദയ്ക്ക് ജീവിക്കുന്നവരാരും ഈ ബില്ലിനെ എതിർക്കാത്തതും ഇതിന്റെ പിന്നിൽ കൈകൊട്ടും പാട്ട് സേവയ്ക്ക് വേണ്ടി പോകാത്തതും. അതായത് നമ്മുടെ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മളെല്ലാവരും സ്ത്രീകളാണല്ലോ. നമ്മളൊരു തിയേറ്ററിൽ പോകുമ്പോൾ അറിയാലോ, സ്ത്രീകളുടെ ബാത്റൂം എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആണ്. ഈ ഇന്നലെ വരെ ആണായിട്ട് നടന്നവൻ അവന്റെ എല്ലാ അംഗവിക്ഷേപങ്ങളും അവിടെ തന്നെ ഇരിക്കെ ഒരു സാരി ചുറ്റി വന്നു എന്നുള്ളതിന്റെ പേരിൽ ഈ സ്ത്രീകളുടെ ടോയ്ലറ്റ് കോംപ്ലക്സിനകത്തേക്ക് കയറിയാൽ ഞാനടക്കം നിങ്ങളടക്കമുള്ള ഓരോ സ്ത്രീകളും അവിടെ സുരക്ഷിതരാണോ? അല്ല. ഇവന്മാര് ഈ സാരി ചുറ്റിക്കൊണ്ട് ആണുങ്ങളുടെ അവിടെ കയറി ചെന്നിട്ട് വല്ലവരും കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ അത് നിയമം മാറി. അങ്ങനെയാണെങ്കിൽ ഇവന്മാർ ഒരു പബ്ലിക് നോയിസൻസ് ആയി മാറും. യഥാർത്ഥ ട്രാൻസ്ജെൻഡേഴ്സിനെ അല്ല ഞാൻ പറയുന്നത്, വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. പബ്ലിക് ന്യൂസൻസ് ആയിട്ട് മാറും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പബ്ലിക്കിന് എന്നുള്ളത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവരെന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്താൽ ഇവരെ ഇടാൻ ഒരു ജയിൽ നമ്മുടെ ഇന്ത്യയിൽ ഇല്ല. അതായത് ഇന്നലെ വരെ ആണായിട്ട് ജീവിച്ചിട്ട് ഇവന്റെ എല്ലാ സർവ്വ സാധനങ്ങളും അവിടെ ഇരിക്കവേ തന്നെ സാരി ഉടുത്ത് ഇറങ്ങി എന്ന് പറഞ്ഞ് ഇവൻ എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താൽ ഇവനെ ഇവിടെ കൊണ്ടിടും. സ്ത്രീകളുടെ ജയിലിൽ കൊണ്ടിടാൻ പറ്റുമോ? അതായത് സ്ത്രീകളുടെ ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകളെ ക്രിമിനൽസ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവർ മനുഷ്യജീവനല്ലേ, അവരെയൊക്കെ ഇവൻ ബാക്കി വെച്ചേക്കുവോ? ഇനി ഇവനെ കൊണ്ടുവന്ന് ആണുങ്ങളുടെ ജയിലിലിടാൻ പറ്റുമോ? ആണുങ്ങളുടെ ജയിലിട്ട് കഴിഞ്ഞാൽ എന്താവും? ആണുങ്ങൾ ഇവനെ ബാക്കി വെച്ചേക്കോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിന്റെ അടിയിലുണ്ട്. അപ്പൊ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്താലും നമ്മളെ നിയമം ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയിലാണ് ഈ പറഞ്ഞ ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനൊരു വലിയ തടയിടാൻ ശ്രമിച്ചത് മോദി സർക്കാരാണ്. അത് അങ്ങോട്ട് ദഹിക്കാൻ പറ്റിയില്ല. കേരളത്തിൽ അതല്ല, വെച്ചുകെട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരെല്ലാവരും ഈ ബില്ലിനെ എതിർത്തു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ ജാൻമണി ദാസിന്റെ പ്രശ്നവും. പിന്നെ ഇവർ പറഞ്ഞൊരു കാര്യം എന്താണ്, ആരാണ് ഈ കളവന്റെ ഫ്രണ്ട്സ് എന്ന്? ഈ വർത്താനം പറയുന്ന ഈ ആണും പെണ്ണും കേട്ട ഈ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. ഈ കിളവൻ ആരാണ് ഫ്രണ്ട്സ് എന്ന്? മോദിജിയെക്കാട്ടിൽ 4 ഇരട്ടി പ്രായം ഉണ്ടെന്ന് തോന്നുന്നു ഇവന്. എന്നിട്ടാണ് ഇവൻ പറയുന്നത് മോദിജി കിളവനാണെന്ന്. അപ്പൊ മോദിജി കിളവനാണെങ്കിൽ ഇവൻ എന്ത് വിളിക്കും? മുതുമുത്തച്ഛൻ എന്ന് വിളിക്കണം. അതെന്തെങ്കിലും ആവട്ടെ, അവന്റെ വിവരക്കേട്, നമ്മൾ അതിന് മറുപടി പറയാൻ നിൽക്കത്തില്ല. അടുത്തതെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വാക്കുകളെ കേൾക്കാൻ ആരാണ് ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പണ്ട് ചായക്കടയായിരുന്നില്ലേ, ആ ചായക്കട ബിസിനസ് ആയിട്ട് ട്രെയിനിൽ ചായ സമൂസയും വിൽക്കാൻ നടക്കണമെന്ന്. ഇതേ ജാൻമണി ദാസ് പറഞ്ഞ അതേ വാചകങ്ങളിൽ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനുകളിൽ ചെന്നിരിക്കുമ്പോൾ, ട്രെയിനുകളിൽ യാത്ര ചെയ്യുമ്പോൾ വടാ ചായ് സമൂസ ചായ് എന്ന് പറഞ്ഞു വരുന്ന ആളുടെ കറക്റ്റ് ടോണിലാണ് ഈ ജാൻമണി ദാസ് എന്ന് പറയുന്നവൻ ആ കാര്യം പറഞ്ഞത്. അതിന്റെ അർത്ഥം ഇവൻ ആ പണി ചെയ്തിട്ടുണ്ട്, അത് മോശം പണിയല്ല. അപ്പോ ഈ ആൾക്കാരെ മേക്കപ്പ് ചെയ്യുന്നതിന് പകരം ആ പണിക്ക് ജാൻമണി ദാസിന് പോകാവുന്നതാണ്. ചെയ്തുകൊണ്ടിരുന്ന പണിയായതുകൊണ്ട് ടോണും വർത്തമാനവും ഒക്കെ കറക്റ്റ് ആണ്, പോകാവുന്നതാണ്. ഇനിയുള്ളത് ഒരാളിന്റെ തൊഴിൽ എന്ന് പറയുന്നത് അയാൾ ഏത് ഉന്നതിയിൽ എത്തുന്നു എന്നതനുസരിച്ചിട്ടാണ്. അദ്ദേഹത്തിന് ജീവിക്കാൻ മയക്കുമരുന്ന് വിൽക്കുകയോ പെണ്ണ് കൂട്ടി കൊടുക്കുകയോ കള്ളുണ്ടാക്കുകയോ ഒന്നും അല്ല ചെയ്തത്. ചായ അടിച്ച് അല്ലെങ്കിൽ ചായക്കട നടത്തി ജീവിച്ചു എന്ന് പറയുന്നത്, ഭക്ഷണം നൽകി ജീവിച്ചു എന്ന് പറയുന്നത് വളരെ മഹത്തരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. എന്തായാലും ഭക്ഷണം കൊടുത്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫുട്പാത്തിലിരുന്ന് പൊതിച്ചോറ് വിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ മാന്യതയും മഹത്വരമായിട്ടുള്ള ജോലിയാണത്. കാരണം ഭക്ഷണമാണ് കൊടുക്കുന്നത്. അത് ചായ ആയാലും പൊതിച്ചോറാണെന്നുണ്ടെങ്കിലും നാരങ്ങ വെള്ളമാണെങ്കിലും. അതൊന്നും മനസ്സിലാക്കാനുള്ള വിവരവും വെള്ളിയാഴ്ച ഇതിനില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിയമം അനുശാസിക്കുന്ന ഒരു ശിക്ഷ ഇവർക്ക് കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഇവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവർക്ക് പിന്നാലെ ചൂട്ടും പിടിച്ചുകൊണ്ട് വരുന്ന കുറെ എണ്ണത്തിന് വെളിവുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. കംപ്ലൈന്റുകൾ കൊടുക്കണം. ഇതെന്ന് പറയുന്നത് ഒരു BJP എന്ന് പറയുന്ന പാർട്ടിയുടെ അനുയായികളോടല്ല, നമ്മുടെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെ ഒക്കെ, ചീഫ് ജസ്റ്റിസുമാരെ ഒക്കെ വ്യക്തി അധിക്ഷേപം ചെയ്താൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മൾ ഓരോ പൗരന്മാരുടെയും കഴിവാണ്. അതുകൊണ്ട് തന്നെ കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ രാവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരുത്തം വന്ന് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി സഖാവിനെ തെറി പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചത്. കാരണം അന്ന് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ വല്ലവരും വന്ന് വല്ലതും പറഞ്ഞാൽ നമ്മുടെ പാർട്ടി ഏതോ ആയിക്കോട്ടെ, നമ്മുടെ രാഷ്ട്രീയം ഏതോ ആയിക്കോട്ടെ, ആ പദവിയെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ധാർമ്മികതയാണ്, നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെയാണ് ഈ ജാൻമണി ദാസിന്റെ മാപ്പപേക്ഷയിൽ പോലും അയാൾ പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞ കണക്കുകൾ തെറ്റിപ്പോയി എന്നാണ്. അതല്ലാതെ ഒരു ആളിന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചതോ അതുമല്ലെങ്കിൽ പിതൃത്വത്തെ ചോദ്യം ചെയ്തതോ തെറ്റാണോ എന്ന് അവർക്ക് ഇതുവരെ ബോധ്യം വന്നിട്ടില്ല. അല്ലെങ്കിൽ ആ ചെയ്തത് തെറ്റാണെന്ന് അവർ സമ്മതിക്കുന്നില്ല. മറിച്ച് അവർ പറയുന്നത് വർഷം മാറിപ്പോയി എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, എന്നെ ഒരു കൊച്ചു കുട്ടിയായി കണ്ടുകൂടെയെന്ന്. ഈ ചാവാറായിരിക്കുന്ന ഇവളുടെ ഭാഷയിൽ തന്നെയുള്ള ഈ കിളവൻ കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളെയൊക്കെ എന്തു പറയും എന്നുള്ളതാണ്. പിന്നെ ഇതൊരു തമാശയായി കണ്ടാൽ മതി എന്നാണ്.
അതെങ്ങനെയാണ് തമാശയായി കാണണമെന്ന് പറയുന്നത്? കാരണം ഈ ജാൻമണി ദാസ് എന്ന് പറയുന്ന ആള് ആണുമല്ല പെണ്ണുമല്ലാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെയോ സ്ത്രീയുടെ അഭിമാനത്തെയോ സ്ത്രീയുടെ പാതിവൃത്തത്തെയോ കുറിച്ചോ യാതൊരു ബോധവുമില്ല, അല്ലെ? എന്നാൽ അപ്പൊ നിങ്ങൾ ആണുങ്ങൾ ചോദിക്കുക, അതെന്താ ശ്രീലക്ഷ്മി, ഞങ്ങൾക്ക് ഈ സ്ത്രീകളുടെ അഭിമാന ബോധവും പാതിവൃത്യത്തെ കുറിച്ചൊന്നും ധാരണയില്ല എന്നാണോ പറയുന്നത് എന്ന്? അതിന് ഈ ജാൻമണി ദാസ് നിങ്ങളെ പോലെ ഒരു ആണാണോ? നിങ്ങൾ ഈ ആണെന്നും പറഞ്ഞ് പെണ്ണെന്നും പറഞ്ഞാണോ ജീവിക്കുന്നത്? അപ്പോൾ ഇത് ആണുമല്ല പെണ്ണുമല്ലാത്ത ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഈ ജാൻമണി ദാസിന്റെ കയ്യിൽ നിന്ന് ഇതിന്റെ അപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇവര് പറഞ്ഞ ഈ ഒരു പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ഇതിനെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ? വരില്ല. അതായത് യഥാർത്ഥ സ്ത്രീയാണ് എന്ന ബോധ്യത്തിൽ അവരുടെ ശാരീരിക അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് ട്രാൻസ്ജെൻഡർ ആയിട്ട് ജീവിക്കുന്ന അന്തസ്സുള്ള ഒരാളും ഒരു സ്ത്രീക്കെതിരെ നടത്തിയ ഈ പരാമർശത്തെ പിന്താങ്ങിക്കൊണ്ട് പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, സാധാരണ ഒരു കാര്യം പറയുമ്പോൾ മൂന്ന് പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ജാൻമണി ദാസ് എന്ന് പറയുന്ന ആളെ പിന്താങ്ങിക്കൊണ്ട് പിന്തുണച്ചുകൊണ്ട് ഇയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈവൻ പോസിറ്റീവ് കമന്റ്സ് എങ്കിലും ഇട്ടുകൊണ്ട് ഏതെങ്കിലും മറ്റു പാർട്ടിക്കാർ വന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ജാൻമണി ദാസ് ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് എല്ലാവർക്കും വൈരാഗ്യമുള്ളത്, ദേഷ്യമുണ്ടാകുന്നത്, വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ആശയങ്ങളോടും തത്വങ്ങളോടും ചിന്തകളോടും മാത്രമാണ്, വ്യക്തികളോടല്ല എന്നും ഇതുപോലെയുള്ള വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തിയാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ജാൻമണിയെ പോലെയുള്ള ആൾക്കാരെ പിന്തുണയ്ക്കുന്നത് അവർ കൂടെ നിൽക്കില്ല എന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ജാൻമണി ദാസിന് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലാകുന്നതും അത് തന്നെയാണ്. എന്തായാലും ജാൻമണി ദാസ് കുറെ കോടതികളും അല്ലെങ്കിൽ കുറച്ച് പോലീസ് സ്റ്റേഷനുകളും ഒക്കെ ഒന്നും ഈ ശിക്ഷയൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇന്ത്യ ഒട്ടുക്കുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെങ്കിലും കയറി ഇറങ്ങണം എന്നുള്ളത് ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയിൽ എന്റെയും ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയും കേസ് കൊടുക്കാൻ ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.